ഇഷ്ടമായി നാഥനാകർഷിച്ച ക്രൂശിലേക്കെന്നെ വാടി വിളിച്ചിടുന്ന സ്നേഹമാശ്ചര്യം. നാഥനാകർഷിച്ച ക്രൂശിലേക്കെന്നെ വാടി വിളിച്ചിടുന്ന സ്നേഹമാശ്ചര്യം. കർത്താതി കർത്തൻ ക്രൂശിൽ ശാപമേൽക്കയോ നീട്ടിയ കാൽകരങ്ങളാണികൾക്കായി മൂടി ചൂടിയോ പൊൻ ശിരസ്സതി. കൺകൾ നിറയുന്നേ സ്നേഹമോർക്കുമ്പോ മൂടി ചൂടിയോ പൊൻ ശിരസ്സതിൽ. കൺകൾ നിറയുന്നേ സ്നേഹമോർക്കുമ്പോ നിന്നാകളോ പഴികളോ ദുഷികളോ സഹിച്ചിടാ ഞാൻ എന്റെ പ്രാണപ്രിയനായി. നിന്നാകളോ പഴികളോ ദുഷികളോ സഹിച്ചിടാ ഞാൻ എന്റെ പ്രാണപ്രിയനായി. ഈ ലോകസ്ഥാനം മാനം വേണ്ടെനിക്കിനി സ്വർലോക പൗര ഞാൻ എന്നാശ ക്രിസ്തുവിൽ. ഈ ലോകസ്ഥാനം മാനം വേണ്ടെനിക്കിനി സ്വർലോക പൗര ഞാൻ എന്നാശ ക്രിസ്തുവിൽ. കർത്താതി കർത്തൻ ക്രൂശിൽ ശാപമേൽക്കയോ നീട്ടിയ കാൽകരങ്ങളാണികൾക്കായി മുൾമൂടി ചൂടിയോ പൊൻ ശിരസ്സതിൽ. കൺകൾ നിറയുന്നേ സ്നേഹമോക്കുമ്പോൾ മുൾമൂടി ചൂടിയോ പൊൻ ശിരസ്സതിൽ. കൺകൾ നിറയുന്നേ സ്നേഹമോക്കുമ്പോ മുൾമൂടി ചൂടിയോ പൊൻ ശിരസ്സതിൽ. കൺകൾ നിറയുന്നേ സ്നേഹമോക്കുമ്പോ. താങ്ക് യു ഫാസ്റ്ററെ. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം ആലപിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. പ്രിയപ്പെട്ടവരുടെ മിനിസ്ട്രിയെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് പ്രിയ കർത്തദാസൻ ദൈവദിനത്തിൽ നിന്ന് നമ്മോട് സുവിശേഷിക്കുന്നതായിരിക്കും. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വമെടുക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക കഷ്ടത അനുഭവിക്കുന്ന കർത്തദാസന്മാർക്ക് വേണ്ടി അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഒരുക്കുന്ന ഈ നല്ല സാവകാശത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിനങ്ങളൊക്കെ ഈ പ്രാർത്ഥന അനുഗ്രഹമായ രീതിയിൽ മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. വ്യക്തിയാൽ ഇതിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാജന സിസ്റ്റർ വിജി ഒരു കുടുംബത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ കൃപ ധാരാളമായ ദേവദാസനെ കുടുംബത്തിന്മേൽ പകരുമാറാകട്ടെ. ഇന്ന് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ശക്തിയോടെ പിന്നെ ഉപയോഗിക്കട്ടെ. ഇത് എന്നെ ഈ മീറ്റിംഗിലേക്ക് എന്നെ പരിചയപ്പെടുത്തിയത് എന്റെ കസിൻ ബ്രദർ ജോർജ് തോമസ് ആണ്. പ്രിയപ്പെട്ടവനെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പേര് ജെയിംസ് മാത്യു എന്നാണ്. ഇപ്പോൾ കോട്ടയത്ത് കൊല്ലാട് എബനേസർ ചർച്ചില് കർത്തൃ ശുശ്രൂഷയിൽ കഴിഞ്ഞ 5 വർഷമായി ഈ സഭയിൽ ശുശ്രൂഷയിലായിരിക്കുന്നു. കർത്താവ് നടത്തുന്ന എല്ലാ വഴികൾക്കായി സ്തോത്രം. കുടുംബമായി ഞങ്ങൾ കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അല്പസമയം ദൈവവചനമായി നിൽക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുവാൻ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആയിരിക്കാം. മീറ്റിംഗ് പങ്കെടുക്കുന്ന എല്ലാവരും ഒരിക്കൽ കൂടെ ഞാൻ വന്ദനം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി 37-ാം സങ്കീർത്തനം അതിന്റെ 5-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: നിന്റെ വഴി യഹോവയിൽ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. നമുക്ക് വളരെ പരിചിതമായ ഒരു സങ്കീർത്തന ഭാഗമാണ് ഞാനിവിടെ വായിക്കുവാനിടയായത്. നിന്റെ വഴി യഹോവയിൽ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ള വിഷയമാണ്. നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കണം എന്നൊക്കെയുള്ളത് നാം കേട്ടിട്ടുണ്ട്. നമുക്കറിയാം, മനുഷ്യർ നമ്മളെല്ലാവരും ഒരു ആശ്രയ ജീവിയാണ്, അല്ലെ? മറ്റുള്ളവരെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തില്. നമുക്ക് ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു ബോസ് നമുക്കുണ്ട്. നമ്മൾ എവിടെയായിരുന്നാലും ഒരു വ്യക്തിയെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ദൈവവചനം പറയുന്നു, ആമേ, നിന്റെ വഴി യഹോവയിൽ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക,
അമ്മേ, നമ്മുടെ ആശ്രയം നമ്മുടെ ദൈവത്തിലാണെങ്കിൽ നിശ്ചയമായും ഈ ദൈവം നമ്മെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. കഴിഞ്ഞ കാലങ്ങളിൽ എന്റെ ശുശ്രൂഷ വേളകളിൽ ഞാൻ ആയിരുന്നിടങ്ങളിൽ നോർത്ത് ഇന്ത്യയിൽ ചില വർഷങ്ങൾ വേലയിലായിരുന്നു. അതിനുശേഷം കേരളത്തിൽ വരുവാനിടയായും ഈ കർത്താവിൽ ആശ്രയിച്ചതുകൊണ്ട് കർത്താവ് ഒരു നാളും കൈവിട്ടില്ല. പ്രയാസങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ കടന്നു വന്ന സമയങ്ങളിലുണ്ടായിരുന്നു. വേലയ്ക്കെതിരായി പ്രതിസന്ധികളും രോഗങ്ങളൊക്കെ വന്ന സമയങ്ങളുണ്ടായിരുന്നു. എന്നാൽ മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ദൈവം അത് സകലതും നന്മയ്ക്കാക്കി തീർക്കുവാനിടയായി തീർന്നു. ഈ രാവിലെ ഈ ദൈവവചനം കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, നമ്മുടെ ആശ്രയം നമ്മുടെ കർത്താവിൽ ആയിരിക്കട്ടെ. അപ്പൊ ഞാനിന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ എന്തിന് ദൈവത്തിൽ ആശ്രയിക്കണം? പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം? അതൊരു ഒത്തിരി കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. കർത്താവ് നമ്മോട് ചെയ്ത ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് 1-2 പോയിന്റുകൾ മാത്രം ഷെയർ ചെയ്ത് ഞാൻ വേഗത്തിൽ വൈൻഡപ്പ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, നാം ദൈവത്തിൽ ആശ്രയിക്കാൻ കാരണം നമ്മെ പറ്റി വിചാരപ്പെടുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 139 സങ്കീർത്തനം 17 വാക്യം ഇപ്രകാരം പറയുന്നു: ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഖരമായവ, അവയുടെ ആകത്തുകയും എത്ര വലിയത്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവമേ, നിന്റെ വിചാരങ്ങൾ. നമ്മെ പറ്റി വിചാരിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. നമ്മളെ പറ്റി ചിന്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പക്ഷേ ഹല്ലേലൂയ, പലപ്പോഴും നമ്മൾ മാനുഷികമായി ചിന്തിക്കും, ആരെനിക്ക് വേണ്ടി കരുതും, ആരെന്നെ സഹായിക്കും, എന്നെ ഒന്ന് കരുതുവാൻ, എന്നെ പറ്റി ഒന്ന് ചിന്തിക്കുവാൻ ലോകത്തിൽ ആരുമില്ലല്ലോ എന്നൊക്കെ ഞാനും നിങ്ങളും ഹല്ലേലൂയ ചിന്തിക്കുമായിരിക്കും. എന്നാൽ ഇവിടെ പ്രകാരം പറയുന്നു, നമ്മെ പറ്റി വിചാരിക്കുന്ന ഒരു ദൈവമുണ്ട്. ജീവിതത്തിൽ ഏത് വൈതരണികൾ കടന്നു വന്നാലും, ആരൊക്കെ നമ്മെ കൈവിട്ടാലും, എവിടൊക്കെ നമുക്ക് ലഭിക്കേണ്ട സഹായഹസ്തങ്ങൾ നഷ്ടപ്പെട്ടു പോയാലും, നമ്മെ പറ്റി വിചാരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മെ ദിനംതോറും വഴി നടത്താൻ ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവയാന്ന് പറയുന്നത്, അതിന്റെ ആ വലിപ്പത്തെ പറ്റിയാണ് സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത്. മക്കളെ, ജീവിതയാത്രയിൽ നമ്മെ പറ്റി വിചാരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആരും നമ്മളെ വിചാരിച്ചില്ലെങ്കിലും, ആരും നമ്മളെ പറ്റി ചിന്തിക്കുവാനില്ലെങ്കിലും, നമ്മെ പറ്റി വിചാരിച്ച് നമ്മെ വഴി നടത്തുവാൻ, നമ്മെ സഹായിപ്പാൻ നമ്മുടെ ദൈവം ശക്തനാണ്. മത്തായി സുവിശേഷം 14 അധ്യായത്തിലേക്ക് പോകുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, യേശു പടക് കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. പുരുഷാരം അവനെ പിന്തുടർന്നു പോയി. അവിടെ യേശു ദൈവവചനം ശുശ്രൂഷിച്ചു. അനേക രോഗികളെ കർത്താവ് സൗഖ്യമാക്കി. ഹല്ലേലൂയ. അവിടെ ഇപ്രകാരം ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നുണ്ട്. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരം വൈകി, പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശിഷ്യന്മാർ പറഞ്ഞു, ഈ ജനം നേരം നന്നായി വൈകിയിട്ടുണ്ട്, അവരൊത്തിരി ദിവസമായില്ല, 2-3 ദിവസമായില്ല ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്, അവരെ ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. ആ ജനത്തെ പറ്റി വിചാരപ്പെടുന്ന ഒരു കർത്താവിനെ നമുക്ക് അവിടെ കാണാൻ കഴിയും. എന്നാൽ ശിഷ്യന്മാർ, ഹല്ലേലൂയ, അവര് പറഞ്ഞു, നമ്മുടെ കയ്യിലുള്ള പൈസ കൊണ്ടൊന്നും ഇവർക്ക് മേടിച്ചു കൊടുക്കുവാൻ കഴിയത്തില്ല, യാതൊരു സാധ്യതയും ഇവിടെ ഇല്ല. കർത്താവ് എന്താണ് കർത്താവ് ഇങ്ങനെ സംസാരിക്കുന്നത് ഒരുപക്ഷെ അവർ ചിന്തിച്ചു കാണും. എന്നാൽ കർത്താവിന് ഒന്നറിയാമായിരുന്നു. ഹല്ലേലൂയ. അവരെ പറ്റി വിചാരിക്കുന്ന ഒരു ദൈവം, അവർക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ദൈവം സർവശക്തനാണെന്ന്, കർത്താവിന് അവിടെ ഒരു അത്ഭുതം ചെയ്യുവാൻ കഴിയുമെന്ന് കർത്താവിനോട് അറിയാമായിരുന്നു. നമുക്ക് അവിടെ കാണുവാൻ കഴിയും, ഒരു ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. യേശു ഹല്ലേലൂയ അത് മേടിച്ച് വാഴ്ത്തി നുറുക്കി അവിടെ ഇരുന്ന ജനത്തിന് മുഴുവൻ അത് കൊടുക്കുവാനിടയായി തീർന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ. മറ്റുള്ളവർ വിചാരിക്കുന്നതിനേക്കാൾ നമ്മുടെ ആവശ്യങ്ങളെ നന്നായി അറിയുന്ന, നമ്മെ പറ്റി വിചാരിക്കുന്ന ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ട് നാം ഈ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കണം. ഈ കർത്താവിലാണ് നമ്മുടെ പൂർണ്ണ ആശ്രയമെങ്കിൽ നമ്മുടെ മുഴുവൻ കാര്യങ്ങൾ കർത്താവ് ഏറ്റെടുക്കും. നമ്മെ പറ്റി അവൻ വിചാരിക്കുന്നുണ്ട്. നമ്മുടെ ഭാവി, തുടർന്ന് നമ്മുടെ തലമുറയെ കുറിച്ചുള്ള വിഷയങ്ങൾ, നമ്മുടെ ജോലി സംബന്ധമായ വിഷയങ്ങൾ, ഏതൊക്കെ മിനിസ്ട്രിപരമായ വിഷയങ്ങൾ ഏതൊക്കെ ആകട്ടെ, നമ്മുടെ ജീവിതത്തിൽ നാം ഭാരപ്പെടുന്ന അനേക വിഷയങ്ങൾ ഉണ്ടാകാം. ഈ രാവിലെ മാനസികമായി വിഷമം അനുഭവിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ നാം ആ വിഷയങ്ങളെ ഓർത്ത് ഭാരപ്പെടേണ്ട. നമ്മുടെ ആശ്രയം കർത്താവിലാണെങ്കിൽ നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന, നമുക്ക് വേണ്ടി വഴികൾ തുറക്കുന്ന, നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല കർത്താവിലാണ് ഞാൻ നിങ്ങളെ ആശ്രയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ആ കർത്താവാണ് നമ്മുടെ ശരണവും ശൈലവും. പ്രൈസലോ. ഒന്നാമതായി ഇവിടെ പറയുന്നു, നമ്മെ പറ്റി വിചാരപ്പെടുന്ന ഒരു ദൈവം ഉള്ളത് കൊണ്ട് നാം ഈ ദൈവത്തിൽ ആശ്രയിക്കണം. പ്രൈസലോ. നമ്മുടെ മാതാപിതാക്കളെക്കാൾ നമ്മെ പറ്റി വിചാരപ്പെടുന്ന, നമ്മെ പറ്റി ചിന്തിക്കുന്ന ദൈവമുണ്ട്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്, നിങ്ങളുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ, നമ്മുടെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ. ഹല്ലേലൂയ. ആകാശ ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വഴികളും വിചാരങ്ങളും ഉയർന്നിരിക്കുന്നു. മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിൽ തന്നെ കാണുന്നു, ശിഷ്യന്മാര് പടക് കയറി ഹല്ലേലൂയ അക്കരയ്ക്ക് പോകുമ്പോൾ ഹല്ലേലൂയ കർത്താവ് പ്രാർത്ഥനയിലായിരുന്നു. എന്നാൽ നമുക്ക് അവിടെ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു, അതിന്റെ 25-ാം വാക്യം, രാത്രി 4-ാമത്തിൽ അവൽ കടൽ ഹല്ലേലൂയ ശിഷ്യന്മാർ തണ്ട് വലഞ്ഞപ്പോൾ ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ കരയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവര് ഹല്ലേലൂയ പടകിൽ അല്പദൂരെ യാത്രയായി. എന്നാൽ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു, 4-ാമത്തിൽ അവർ തണ്ട് വലഞ്ഞപ്പോൾ രാത്രി 4-ാമത്തിൽ കടലിന്മേൽ നടന്ന് യേശു അവരുടെ അടുത്തെത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശിഷ്യന്മാരെ പടക് വലഞ്ഞ് ഇവിടെ കൊണ്ട് തീരുമോ, എന്താണ് എന്നൊന്നും അവരാശയ്ക്കും വകയില്ലാതിരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരെ പറ്റി വിചാരപ്പെടുന്ന അവരുടെ നല്ല കർത്താവ് ആ കടലിൽ മേൽ നടന്ന 4-ാമത്തിൽ അവരുടെ അടുക്കലെത്തി തന്റെ ഭക്തരെ വിടുവിച്ച ദൈവമാണ്. ഈ രാവിലെ ഞാൻ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ പ്രതികൂലങ്ങൾ കാറ്റും കോലുകളും ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ ആശ്രയ കർത്താവിലാണെങ്കിൽ നമുക്ക് വേണ്ടി 4-ാമത്തിൽ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ, നമുക്ക് വേണ്ടി വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടത്ത് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമ്മെ സഹായിപ്പാൻ നമ്മുടെ ദൈവം ശക്തനാണ്. അതുകൊണ്ട് നാം ഈ ദൈവത്തിൽ ആശ്രയിക്കാൻ കാരണം ഈ ദൈവം നമ്മെ പറ്റി വിചാരപ്പെടുന്ന ദൈവമാണ്. രണ്ടാമതായി പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം എന്റെ 14-ാം വാക്യ പ്രകാരം പറയുന്നു, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതെ ഇരിപ്പീൻ. ദൈവമക്കളെ, രണ്ടാമത് ഈ ദൈവത്തിൽ ആശ്രയിക്കാൻ ഒരു കാരണം, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം അറിയാം. പ്രൈസ് ദി ലോർഡ്. ചെങ്കടലിന്റെ തീരത്ത് വന്നിരുന്നപ്പോൾ ഹല്ലേലൂയ മുമ്പിൽ ആർത്തിരിക്കുന്ന ചെങ്കടല്, പിറകിൽ ഫറവോനും സൈന്യവും, വശങ്ങളിലും മലകൾ, ഓടി രക്ഷപ്പെടാൻ കഴിയാത്ത വലിയൊരു പ്രതിസന്ധി വന്നപ്പോൾ ഇസ്രായേൽ ജന ദൈവത്തോട് കുറുമുറുക്കാൻ തുടങ്ങി, മോശയോട് കുറുമുറുക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. മോശ ദൈവസന്നിധിയിൽ ഇടിവ് നിൽക്കാൻ തുടങ്ങി. ജനം നിലവിളിക്കുകയാണ്, എന്തു ചെയ്യും? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ദൈവം മോശയോട് പറഞ്ഞു, നീ അവരോട് പറ, അവര് മിണ്ടാതിരിക്കാൻ പറ. ഹല്ലേലൂയ. മോശ അവരോട് പറഞ്ഞു, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. ഹല്ലേലൂയ. നിങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ശക്തനാണെന്ന് പറയാനിടയായി. ഈ രാവിലെ ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളെ, നാം പ്രതിസന്ധിയുടെ മധ്യത്തിൽ പ്രശ്നങ്ങളുടെ നടുവിൽ അകപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. പ്രതികാരം നമ്മുടെ ദൈവത്തിനുള്ളത്. അവൻ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. ഇസ്രായേൽ ജനത്തിന് വേണ്ടി എന്റെ ദൈവം ഇറങ്ങി വരാനിടയായി. ചെങ്കടൽ പിളർന്ന് ചെങ്കൽ പാതയൊരുക്കി തന്റെ ജനത്തെ അക്കരെ എത്തിച്ചു. ജീവിതത്തിന്റെ എല്ലാ വാതിലുകളും അടയുമ്പോൾ എനിക്ക് വേണ്ടി ഇറങ്ങി വരും, ആരെനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും? ഒരു പോർക്കളത്ത് എന്ന പോലെ ജീവിതത്തിന്റെ പാതാവുകളിൽ ഞാൻ നിങ്ങൾ ഭാരപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഭാരപ്പെട്ട് നിരാശപ്പെട്ടു പോകരുത്. നമ്മുടെ ആശ്രയം നമ്മുടെ കർത്താവിലാണെങ്കിൽ എല്ലാ വാതിലുകൾ അടയുമ്പോൾ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. 20-ാം അധ്യായത്തില് യഹോശഫാത്തും കൂട്ടരിനും എതിരായി 3 ശക്തികൾ കടന്നു വരികയാണ്. ഹല്ലേലൂയ. അമ്മോന്യരും മെയ്യൂന്യരും മോവാബ്യർ ചിലരും ഹല്ലേലൂയ അവർക്കെതിരെ യുദ്ധത്തിനായി കടന്നു വന്നു. ചരിത്രമൊക്കെ നമുക്കറിയാമല്ലോ. ഇവരൊരു ചെറിയ സൈന്യമാണ്. എന്നാൽ ഈ 3 സൈന്യത്തിന് നേരെ അവർക്ക് നിൽക്കുവാൻ കഴിയാതെ വളരെ ഭാരപ്പെട്ടപ്പോൾ അവർ ദൈവസന്നിധിയിൽ ഉപവസിക്കുവാൻ തീരുമാനിച്ചു, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചു. അവർ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് നെടുവേർപ്പെട്ടു അഭയാചനെ കഴിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുവാനിടയായി തീർന്നു. ഈ വലിയ സമൂഹത്തെ കണ്ട് നിങ്ങൾ ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെത്. ആ ദൈവിക വാഗ്ദത്ത വചനത്തിലെ യഹോശഫാത്തിൽ കൂട്ടരും ഹാലിൽ താഴുവാൻ തുടങ്ങി. അവർ ദൈവസന്നിധിയിൽ അടുത്തിരിക്കുവാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, ആരാധിക്കാൻ തുടങ്ങി. അവർക്ക് ആ ശത്രു സൈന്യത്തോട് എതിർത്ത് നിൽക്കുവാൻ യാതൊരു കഴിവും അവരുടെ ജീവിതത്തിൽ ഇല്ല.
എന്നാൽ അവർ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി കരയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർക്കെതിരെ പാളയമിറക്കിയ 3 സൈന്യങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിവില്ല എന്നവർക്കറിയാം. അവർ ദൈവസന്നിധിയിൽ ആരാധിക്കാൻ തുടങ്ങി, അവർ ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങി. അതിന്റെ ആ വാക്യങ്ങളിലൊക്കെ കാണുവാൻ കഴിയുന്നു. അവർ ദൈവസന്നിധി സ്ഥിരതയോടെ നിന്ന് ദൈവസന്നിധാട് വീണ് അവരാരാധിക്കാൻ തുടങ്ങി, സ്തുതിക്കാൻ തുടങ്ങി. ആമി അത്യുച്ചത ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തുടങ്ങിയപ്പോൾ ദൈവം തന്റെ പതിയിരിപ്പുകാരെ വരുത്തി ഈ 3 സൈന്യങ്ങളെ തകർക്കുവാനിടയായി തീർന്നു, ഉന്മൂലനാശം വരുത്തുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അവിടെ പ്രകാരം എഴുതിയിട്ടുണ്ട്, ഒരുത്തൻ പോലും അവിടെ ചാടിപ്പോയില്ല. ആമി ആ 3 സൈന്യത്തിൽ എല്ലാവരും അവിടെ ദൈവം പതിയിരിപ്പുകാരെ വരുത്തി അവരെ സംഗ്രഹിപ്പാനിടയായി. ഹല്ലേലൂയ. ഈ രാവിലെ ഞാൻ പറയട്ടെ, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ദൈവം യുദ്ധം ചെയ്താൽ അത് ഒരു വലിയ വിടുതലായിരിക്കും. ഒരുത്തൻ പോലും ചാടിപ്പോകാത്ത ആമേ ഒരു വിടുതലായിരിക്കും. രാവിലെ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ ചെയ്താൽ, നമുക്ക് വേണ്ടി ഒരു യുദ്ധം ചെയ്താൽ, അപ്പൊ ദൈവം നമുക്ക് വേണ്ടി ഇത് പ്രവർത്തിക്കുവാൻ ആഗ്രഹിച്ചാൽ ഒരു ഭാഗിക വിടുതലല്ല ദൈവം നമ്മൾ ചെയ്യുന്നത്, ദൈവം പൂർണ്ണമായ ഒരു വിടുതലായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മൾക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. എത്ര വലിയ ശത്രു സൈന്യങ്ങൾ കടന്നു വന്നാലും, നമുക്കെതിരെ പാളയം ഇറങ്ങിയാലും, ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൽ ചാരുന്ന ആമേ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യുവാൻ നമ്മുടെ ദൈവ സർവശക്തനാണ്. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയം വെക്കുവാൻ ഈ ദിവസങ്ങളിടയാകട്ടെ. ഹല്ലേലൂയ. മൂന്നാമതായി നമുക്ക് കാണുവാൻ സാധിക്കും യെരമ്യാ പ്രവചനം 29-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം ഇപ്രകാരം കാണുന്നു: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. അവ തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രേ. പ്രൈസ് ദി ലോർഡ്. നമ്മെ പറ്റി ഹല്ലേലൂയ നമ്മെ കുറിച്ചുള്ള ഒരു ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെന്ന് ഈ ദൈവവചനം ഇവിടെ നമ്മളെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കാൻ കാരണം, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലെ നമ്മെ പറ്റി ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രേ. നമ്മെ കുറിച്ചൊരു ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ രാവിലെ ഞാൻ ഓർപ്പിക്കട്ടെ, നാം ആരും യാദർച്ഛികമായി ഭൂമിയിൽ ജനിച്ചു വീണവരല്ല. ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ പ്രകാരം, ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഭൂമിയിൽ ജനിക്കപ്പെട്ടവരാണ് ഞാൻ നിങ്ങളും. അമ്മയുടെ ഉദരത്തിൽ പിണ്ണാകാരമായിരുന്നപ്പോൾ നമ്മെ കണ്ടവനായിരുന്നു നമ്മുടെ കർത്താവ്. ആമയെ നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതെ ഇരുന്നപ്പോ നമ്മെ പേർച്ചൊല്ലി വിളിച്ചവനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഭൂമിയിൽ ആശ്രയിക്കുമ്പോൾ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മളെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. ഈ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവവൈദ്യത്തിലെ നമ്മിലുള്ള ദൈവിക പദ്ധതി ദൈവം ഓരോ സമയങ്ങളിൽ, അതാത് സമയങ്ങളിൽ ദൈവം നിറവേറ്റുക ചെയ്യും. അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് തോന്നും, ഹല്ലേലൂയ എന്റെ ഭാവി കാര്യങ്ങൾ അല്ലെങ്കിൽ എന്റെ മുന്നോട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ, ആമേ ഹല്ലേലൂയ എനിക്ക് വേണ്ടി ഹല്ലേലൂയ വഴികളൊന്നും തുറക്കുന്നില്ലല്ലോ എന്ന് ഒരുപക്ഷെ നാം ചിന്തിക്കുമ്പോ ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നിറവേറുക തന്നെ ചെയ്യും. നാം ഭാരപ്പെടുന്ന മേഖലകൾ ഒരുപക്ഷെ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് മറുപടി തന്നൊന്നും വരത്തില്ല, ഏറ്റു ചെയ്യാൻ പറയും. പ്രൈസ് ദി ലോർഡ്. എന്തിനെന്നറിയാമോ? ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ നമ്മളെ കുറിച്ചൊരു ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, നമ്മളെ കുറിച്ചൊരു ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി മാത്രമേ നിറവേറുകയുള്ളൂ. നാം എത്ര ശ്രമിച്ചാലും, എത്ര കഠിന പ്രയത്നങ്ങൾ ചെയ്താലും ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ പ്ലാൻ നമ്മുടെ ജീവിതത്തിൽ നിറവേറുക ചെയ്യും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന്റെ പദ്ധതി പ്രകാരമല്ലേ ഞാൻ നിങ്ങളും ആയി തീർന്നത്, ഇതുവരെ എത്തപ്പെട്ടത്. ദൈവത്തിന്റെ പ്ലാൻ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ നിറവേറിയെങ്കിൽ വരും ദിവസങ്ങളിൽ നാം ഭാരപ്പെടുന്ന, നാം പ്രയാസപ്പെടുന്ന നമ്മുടെ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ പദ്ധതി നിറവേറുക തന്നെ ചെയ്യും. തലമുറയെ കുറിച്ചുള്ള ഭാരം നമ്മുടെ ജീവിതത്തിലുണ്ടോ? മുന്നോട്ടുള്ള ഭാവിയെ കുറിച്ച്, ഹല്ലേലൂയ തുടർന്നുള്ള ജീവിതത്തെ കുറിച്ചൊക്കെ നമുക്ക് ഭാരമുണ്ടോ? ഭാരപ്പെടേണ്ടതില്ല. കർത്താവിൽ ആശ്രയിക്കുക. ദൈവം നമ്മളെ കുറിച്ചുള്ള പദ്ധതി നിറവേറും. അല്ലെങ്കിൽ എന്തുകൊണ്ട് താമസമെന്നൊക്കെ നാം ചോദിക്കുക. എന്നാൽ ദൈവത്തിന് പ്രവർത്തിപ്പാൻ ഒരു സമയമുണ്ട്. ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ ഒരു കാലമുണ്ട്, ഒരു സമയമുണ്ട്. ദൈവം അത് ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെയെങ്കിൽ രാവിലെ ഹല്ലേലൂയ ദർശനത്തിന് ഒരു അവധി വെച്ചിട്ടുണ്ട്. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടും. അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം. നമ്മെക്കുറിച്ചുള്ള ദൈവ പദ്ധതി ഒന്നും തെറ്റിപ്പോകത്തില്ല. മനുഷ്യന്റെ പദ്ധതികൾ പലപ്പോഴും നാം സ്വന്തം ബുദ്ധിയിൽ ആലോചിച്ച് നമ്മുടെ പല പ്ലാനുകളും
നമ്മുടെ പല പദ്ധതികളും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പ്ലാനുകളൊന്നും ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ദൈവം പരാജയപ്പെടുവാൻ അനുവദിച്ചിട്ടില്ല. നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി വരും ദിവസങ്ങളിൽ നിറവേറും. ഈ ദൈവവചനത്തിന് മുമ്പിലായിരിക്കുന്ന ദൈവമക്കളോട് ഈ രാവിലെ എനിക്ക് ആത്മാവിൽ വിളിച്ചു പറയാനുള്ളത്, ദൈവത്തിന്റെ പദ്ധതി നിറവേറുക തന്നെ ചെയ്യും. അതുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക. ഈ ദൈവത്തിൽ ആശ്രയിക്കാൻ കാരണം അവൻ നമ്മെക്കുറിച്ച് പദ്ധതിയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ രാവിലെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കുവാനിടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നാലാമതായി കാര്യം, ഹി ഈസ് ഓൾവേസ് വിത്ത് യു. ഹല്ലേലൂയ. കർത്താവ് പറയുന്നുണ്ട്, ഞാനോ ലോകാവസാനത്തുള്ള എല്ലാ നാളും കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്, ഞാനോ ലോകാവസാനത്തുള്ള എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. രാവിലെ ഞാൻ പറയട്ടെ, നാം ദൈവത്തിൽ ആശ്രയിക്കുക. ആമേ കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. ലോകാവസാനത്തുള്ള എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് കർത്താവ് അരുളി ചെയ്തു. അത് ഇന്നുവരെയും കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തിയില്ലേ? തന്റെ ദൂതഗണത്താൽ കാവൽ ചെയ്ത് നമ്മെ വഴി നടത്തിയില്ലേ? നമ്മുടെ ആവശ്യങ്ങളിൽ കർത്താവ് കൂടെ ഇരുന്നില്ലേ? ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങൾ, അപകടങ്ങൾ, അനർത്ഥങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും ഹല്ലേലൂയ, നമ്മെ കരം പിടിച്ച് നടത്തിയൊരു കർത്തന്റെ കരം എത്രയോ ശ്രേഷ്ഠമാണ്. ഈ രാവിലെ ചിന്തിക്കുക, ഞാനോ ലോകാവസാനത്തോളം കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ മരണം വരെ അല്ലെങ്കിൽ നാം നിത്യത്തിൽ എത്തപ്പെടുന്നത് വരെയും കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഈ ദൈവത്തിൽ മാത്രം ആശ്രയം വെക്കുക. കർത്താവ് ഒരു നാള് നമ്മെ കൈവിടത്തില്ല. കർത്താവ് ഒരു നാള് നമ്മളെ ഉപേക്ഷിക്കത്തില്ല. അവൻ നമ്മെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ആരും അറിയാതെ ഇരുന്നപ്പോൾ നമ്മെ അറിഞ്ഞ് നമ്മുടെ പേർ ചൊല്ലി വിളിച്ച ദൈവമാകയാൽ ഈ ദൈവം എല്ലാ നാളും നമ്മോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ട് ഈ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല, നമ്മോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. കണ്ണിന്റെ കൃഷ്ണമണി പോലെ നമ്മെ പരിപാലിപ്പാൻ നമ്മുടെ ദൈവം സർവശക്തനാണ്. ഈ രാവിലെ ദൈവസ്ഥനിലായിരിക്കുന്ന ഈ ദൈവവചനത്തിലായിരിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കാൻ പോകുമ്പോൾ ആമേൻ, ദൈവവചനത്തിൽ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ചാരുക. പ്രൈസ് ദി ലോർഡ്. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനെ തന്നെ ആശ്രയിക്കുക. അവനത് നിർവഹിക്കുന്ന ദൈവമാണ്. എന്തുകൊണ്ടാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത്? നമ്മെ പറ്റി വിചാരപ്പെടുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. നമുക്ക് വേണ്ടി ഐ വിൽ ഫൈറ്റ് ഫോർ യു, നമുക്കൊരു യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. അമ്മ നമുക്ക് വേണ്ടി ഒരു പദ്ധതി ഒരുക്കുന്ന ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. മാനുഷിക പദ്ധതികൾ സഹായിക്കാമെന്ന് പറഞ്ഞവരുടെ പദ്ധതികളൊക്കെ താണുപോകുമ്പോഴും ദൈവിക പദ്ധതി നമുക്ക് വേണ്ടി തയ്യാറാക്കി നടത്തുന്ന ഒരു ദൈവമുണ്ട്. അമ്മ അവസാനമായി ഞാൻ ഓർപ്പിച്ചല്ലോ, ഈസ് ഓൾവേസ് വിത്ത് യു. നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു കർത്താവുണ്ട്. ഏത് സമയത്തും നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ്. ആര് കൂടില്ലെങ്കിലും പത്മോസിന്റെ ഏകാന്തതയിലും യോഹന്നാന് വേണ്ടി ഇറങ്ങി വന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അസ്ഥികൾ നിറഞ്ഞ പത്മോസിന്റെ ഏകാന്തതയിൽ ആരുമില്ലാതെ ഞരങ്ങുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ യോഹന്നാന് വേണ്ടി ഹല്ലേലൂയ ഇറങ്ങി വന്നൊരു ദൈവമുണ്ട്. കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ ദൈവ യോഹന്നാനെ കൈവിട്ടില്ല. അങ്ങനെ ജീവിതത്തിന്റെ ഏത് പാന്താവുകളിലും കൈവിടാത്തൊരു ദൈവം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആശ്രയം ഈ കർത്താവിൽ തന്നെയാകണം. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രമുഖന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അതുകൊണ്ട് നമുക്ക് ഈ ദൈവത്തിൽ വീണ്ടും ആശ്രയിച്ച് മുന്നേറാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ദൈവം എല്ലാ നാളും നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്താൻ ദൈവശക്തനാണ്. ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കട്ടെ. കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ച് മുന്നേറാം. ഇനിയുള്ള കാലം പ്രതികൂലങ്ങൾ നിറഞ്ഞ കാലമാ, പ്രതിസന്ധി നിറഞ്ഞ കാലമാ. എത്ര നാള് നമുക്കിങ്ങനെ മുന്നോട്ട് പോകാമെന്നൊന്നും അറിയത്തില്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ദൈവവൈതലെ കൈവിടാത്തൊരു ദൈവമുണ്ട്. കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന്റെ പദ്ധതികളെല്ലാം നിറവേറും. ലോകം എത്ര പദ്ധതികൾ ഒരുക്കിയാലും ദൈവത്തിന്റെ പദ്ധതി എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറും. നമ്മുടെ സഹോദരങ്ങളുടെ ജീവിതം നിറവേറും. ആമേൻ. ഹല്ലേലൂയ. ആ പദ്ധതിക്ക് വേണ്ടി നമുക്ക് ദൈവത്തിന് കാത്തിരിക്കുക, ദൈവത്തിന്റെ ഹിതത്തിനായി കാത്തിരിക്കുക. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. അതിനായി കർത്താവ് നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ പ്രയർ മീറ്റിംഗ് ഇനി അനുഗ്രഹമായ രീതിയിൽ മുന്നോട്ട് പോകാൻ സഹായിക്കട്ടെ. കഷ്ടത അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി, പ്രശ്നം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഇതേ കർത്താവ് നമ്മെ ഓരോരുത്തരെ ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സമയം വേർതിരിച്ച് ഇതിൽ ആ മീറ്റിംഗിൽ പങ്കെടുത്ത ഇത്ര സമയം ഹല്ലേലൂയ ദൈവവചനം ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കളോടും എന്റെ വിനീതമായി നന്ദി അറിയിക്കുന്നു. പ്രത്യേകം എനിക്ക് അവസരം ഒരുക്കി തന്ന
പ്രിയ സാജൻ പാസ്റ്ററോടും കുടുംബത്തോടും എന്റെ സഹോദരനോടും കുടുംബത്തോടും ലീഡ് ചെയ്ത ദൈവദാസനോടും കൂടെ നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ. നമ്മെക്കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതി നമ്മുടെ ദൈവത്തിന്റെ ഉണ്ട് എന്നുള്ളത് അനേക ദൈവജനത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി നമ്മളോട് സംസാരിക്കുവാൻ തക്കവണ്ണം ദേവദാസനെ കർത്താവ് കരങ്ങളിലെടുത്തോർത്ത് നമുക്ക് ദൈവത്തെ വാഴ്ത്താം.